വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അയത്തുള്ള അലി ഖമനൈ 89 മുതൽ ഇറാന്റെ ആത്മീയ ഭരണ നേതൃത്വത്തിലുള്ള 86-കാരനായ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ വധിക്കപ്പെട്ടു എന്നുള്ള ഈ ന്യൂസ് ചാനലുകാർക്ക് എന്താണ് പ്രശ്നം? മലയാളി മാപ്രകളോടാണ് എൻ്റെ ചോദ്യം. കാര്യം ഒരു മനുഷ്യൻ ഒരു 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 എന്താ പറയുക, ഒരു ആൾക്കാരത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുന്നത് എന്തൊക്കെയായി ഇവർ ഒരു ലൈവ് മാച്ച് ഫൈനൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഫൈനൽ, ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ എന്ന് കരുതുന്ന രീതിയിലാണ് എല്ലാ ന്യൂസ് ചാനലുകളും ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഗൾഫിലുള്ള ഒരുപാട് മലയാളികൾ നമ്മുടെ സഹോദരങ്ങളായാലും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പോലും അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെയും പറയുന്നുണ്ട് ഞങ്ങളിവിടെ സേഫാണ്, പാനിക് സിറ്റുവേഷൻസ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ആ സിറ്റുവേഷൻ അങ്ങനെയാണ്, ശരിയല്ല എന്നറിയാം. എങ്കിൽ പോലും അവരൊരു ആശ്വാസം തരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂസ് ചാനലിൽ വന്നിരുന്നുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്, എയർപോർട്ട് ആക്രമിച്ചു, അതാക്രമിച്ചു, ഇതാക്രമിച്ചു എന്നും പറഞ്ഞ് ഒരു മാച്ച് ലൈവ് ഫൈനൽ നടക്കുന്ന പോലെയാണ് ഈ ന്യൂസ് ചാനൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തിന്റെ ബേസിലാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ഉസ്മാൻ ഖമേനി കൊല്ലപ്പെട്ടു, ഇപ്പോൾ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പുള്ളി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടുത്തെ മൂരിക്കുട്ടം മരിച്ചല്ല, കേരളത്തിലുള്ള മൂരിക്കുട്ടന്മാർക്കാണ് കരച്ചിൽ സഹിക്കാൻ വയ്യാത്ത. കാരണം ഞാൻ അന്നും ചോദിച്ചു, ഈ ഇന്ത്യ പാകിസ്ഥാനും കൂടെ ഇടയ്ക്ക് യുദ്ധം ഉണ്ടായപ്പോഴും ഞാൻ ചോദിച്ചൊരു കാര്യം, സ്വന്തം രാജ്യത്തെ ആക്രമിച്ചപ്പോൾ, സ്വന്തം രാജ്യത്തെ പൗരന്മാർ, നമ്മുടെ സഹോദരങ്ങൾ മരിച്ചപ്പോൾ ഇല്ലാതിരുന്ന എന്ത് സങ്കടമാണ് ഇവനെ പോലുള്ള തീവ്രവാദി സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവർ മരിക്കുമ്പോൾ ഇവന്മാർക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം സ്വന്തം രാജ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും വലുത് എനിക്ക് ഇന്ത്യ എന്ന എൻ്റെ രാജ്യമാണ്. അതിലിനി മതപരമായോ രാഷ്ട്രീയപരമായോ ഒന്നുമല്ല, എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്. സ്വന്തം രാജ്യത്തെ ആക്രമിച്ചപ്പോൾ പോലും സങ്കടം വരാത്ത, സ്വന്തം രാജ്യത്തെ ആളുകൾ മരിച്ചു വീണപ്പോൾ പോലും സങ്കടപ്പെടാത്ത പല മൂരികൾക്കും ഇപ്പോൾ എന്തുകൊണ്ട് സങ്കടം വരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്.